കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരിനാമകീർത്തനം. ശ്ലോകം 13. മത്പ്രാണനും പരനുമൊന്നെന്നുറപ്പവനു തത്പ്രാണദേഹവുമനിത്യം കളത്രധനം സ്വപ്നാദിയിൽ പലവു കണ്ടാൽ ഉണർന്നവനോടൊപ്പം ഗ്രഹിക്ക ഹരിനാരായണായ നമഃ. കുറച്ചുകൂടി സിമ്പിളായിട്ടുള്ള അർത്ഥമാണെന്ന് നമുക്ക് തോന്നും. നല്ല മനസ്സിലായ കുറച്ചും കൂടി എളുപ്പമാണ്. അപ്പോൾ നമുക്ക് എങ്കിലും അർത്ഥത്തിലേക്ക് പോവാം. മത് പ്രാണനും എന്താ, എൻ്റെ ആത്മാവ്, അതായത് ഞാൻ ദേഹാഭിമാനിയായിട്ടുള്ള എൻ്റെ ജീവാത്മാവ്. ദേഹാഭിമാനം മാറണേൻ്റെ മുമ്പാണ് കേട്ടോ. അതാണ് ഇവിടെ എൻ്റെ ജീവാത്മാവും പരനും, അതായത് ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ആശ്രയമായ പരമാത്മാവും അല്ലേ. ആ അഖണ്ഡബോധം ഇല്ലെങ്കിൽ പ്രപഞ്ചം ഇല്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ആശ്രയമാണ് ആ പരമാത്മാവ്. അപ്പോൾ എൻ്റെ ഈ ജീവാത്മാവും ആ പരമാത്മാവും ഒന്നെന്നുറപ്പവന്, ഒന്നാണെന്ന് ബോധ്യപ്പെട്ട അനുഭവമായവന്, അറിഞ്ഞാൽ പോരാ അനുഭവമായവന്, അതായത് ആത്മജ്ഞാനം ലഭിച്ചവന്, തത്പ്രാണദേഹവും എന്താ അവൻ്റെ, അതായത് അജ്ഞാനിയുടെ പ്രാണനും ദേഹവും കളത്ര ധനം കുടുംബം, അതായത് ഈ ആത്മജ്ഞാനം ലഭിക്കാത്ത ആളുടെ പ്രാണനും അയാളുടെ ജീവാത്മാവും ദേഹവും കളത്ര ധനം കുടുംബവും ഭാര്യയും സ്വത്തും അനിത്യം, നിത്യമല്ലാത്തത്, അനിത്യമാണെന്ന് നശ്വരമാണെന്ന് ബോധമുണ്ടാകും. ജ്ഞാനിക്ക് ആ ബോധമുള്ളൂ. അജ്ഞാനി സ്വന്തം വിചാരിക്കുന്നതും ഞാനാ വിചാരിക്കുന്നതായിട്ടുള്ള ജീവാത്മാവും ആ ജീവാത്മാ ദേഹവും ഭാര്യയും കുട്ടികളും അതൊന്നും നിത്യമല്ല എന്ന് അജ്ഞാനിക്കറിയാം. പലതും കാണാനിട വന്നാൽ എന്താ, ഉണർന്നവനോടൊപ്പം, അതായത് സ്വപ്നത്തിൽ നിന്ന് ഉണർന്ന ഒരാളെ പോലെ സ്വപ്നം കണ്ടത് വെറും ഭ്രമമാണെന്ന് മനസ്സിലാക്കി ആ ഭ്രമത്തിൽ നിന്ന് മോചിതനായവനെ പോലെ, അഥവാ ഇപ്പോൾ ഒരു രോഗമൊക്കെ ആണെങ്കിലും അങ്ങനെയാണല്ലോ, മനസ്സിന് ഭ്രമോ വിഭ്രാന്തിയൊക്കെ വന്നാലൊക്കെ അങ്ങനെയല്ലേ. അത് മാറിയാൽ അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു, എനിക്ക് സുഖമില്ലാത്തപ്പോൾ ഒന്നും തോന്നൂല. അതുപോലെ രോഗത്തിൽ നിന്ന് മോചനം ലഭിച്ചാലത്തെ പോലെ, അല്ലെങ്കിൽ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നവനെ പോലെ വ്യക്തത വരും അവർക്ക്, ആ ശരിയായിട്ടുള്ളത് ഒപ്പം ഗ്രഹിക്കുക. അതേപോലെയാണ് ജ്ഞാനിക്ക് ജഗത്തിനെ തോന്നുന്നതെന്ന് മനസ്സിലാക്കുക. അങ്ങനെയുള്ള അനുഭവം എനിക്കുണ്ടാവണേ, ഞാനും പരബ്രഹ്മമുള്ള അനുഭവം എനിക്കുണ്ടാവണേ. ഹരിനാരായണായ നമഃ. അപ്പോൾ ഞാൻ ഉദിച്ച ഒരാളെയും ഒരു അജ്ഞാനിയുടെയും പ്രപഞ്ചത്തിനോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ 100% വ്യത്യാസമാണ്. ഒരു ജ്ഞാനിക്ക് ഇതൊക്കെ വെറും സ്വപ്നം പോലെ തോന്നുള്ളൂ, ശരിക്കുള്ളതാണെന്ന് ഒട്ടും തോന്നില്ല. പക്ഷെ അജ്ഞാനിക്ക് നമ്മൾ ഈ ദൃശ്യപ്രപഞ്ചം സത്യമാണെന്നും എൻ്റെ ദേഹമാണ് ഞാനെന്നും എൻ്റെ ബന്ധുക്കളും ഇതൊക്കെ എനിക്ക് അത്ര പ്രധാനമാണെന്നും അനിത്യമാണെന്നൊക്കെ നമുക്ക് അറിയാം. എങ്കിലും നമ്മൾ നിത്യം പോലെയാണ്, അനിത്യമെന്ന് അറിയാൻ വെച്ചാലും നിത്യം പോലെ തന്നെയാണ് വിചാരിക്കണതും പെരുമാറുന്നതും ഒക്കെ അല്ലേ. അതാണ്. അപ്പോൾ ഞാനും പരബ്രഹ്മവും ഒന്നു തന്നെ, ഇവിടെ രണ്ടാമതൊന്നില്ല, മറ്റൊന്നില്ല എന്ന് അനുഭവമാകുന്ന ഒരാൾക്ക് എപ്പോഴും ഞാൻ വേറെ പരമാത്മാവ് വേറെ എന്ന് അഭിമാനിക്കുന്ന ഒരു അജ്ഞാനി പോലെ ഈ ദേഹവും പ്രാണനും സത്യമാണെന്ന് തോന്നില്ല. അല്ലെങ്കിൽ ഒരു അജ്ഞാനിക്ക് ഈ ദേഹവും പ്രാണനൊന്നും അനിത്യമാണെന്ന് വിശ്വാസമാവുന്നില്ലല്ലോ. അതായത് കുടുംബവും സ്വത്തും ഭാര്യയും കുട്ടികളും ഒക്കെ അനിത്യമാണെന്ന് അജ്ഞാനിക്ക് അറിയില്ല. പക്ഷേ ജ്ഞാനിക്ക് ഈ സ്വപ്നത്തിൽ സ്വപ്നം കണ്ട ഒരാൾക്ക് ഉണരുമ്പോൾ എങ്ങനെ ഇല്ലാത്തതായിത്തീരുന്നുവോ സ്വപ്നം, അതുപോലെ പ്രത്യക്ഷമായിട്ട് തെളിയും എന്നാണ് പറയണത് ജ്ഞാനിക്ക്.
അതായത് ആത്മസാക്ഷാത്കാരം കിട്ടിയ ആൾക്ക് ഈ പ്രപഞ്ചം ഒരു സ്വപ്നം പോലെ തന്നെ തോന്നുള്ളൂ. സ്വപ്നം കാണുമ്പോൾ നമുക്ക് ശരിക്കും തോന്നൂലോ നമ്മൾ അനുഭവിക്കുകയെന്ന്. ഒരാന ഓടി നമ്മളെ കുത്താൻ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഓടുകയൊക്കെ ചെയ്യൂലോ സ്വപ്നത്തിൽ, ശരിക്കും തോന്നും. പക്ഷെ ഉണർന്നു കഴിഞ്ഞാലോ അതൊരു സ്വപ്നമായിരുന്നു. അപ്പോൾ കംപ്ലീറ്റ്ലി അത് മനസ്സിലായില്ലേ? അതുപോലെയാണത്രേ ഒരു ജ്ഞാനിക്ക് ഞാൻ പരമാത്മാവ് തന്നെയാണെന്ന അനുഭവങ്ങൾ വന്നാൽ അതുവരെ ദേഹാഭിമാനിയായിട്ട് ദേഹത്തിൻ്റെ ജനന മരണ അടക്കമുള്ള എല്ലാ അനുഭവങ്ങളും വെറും സ്വപ്നമെന്ന് മനസ്സിലാവും. അതായത് ദേഹാഭിമാനം ഉണ്ടാകുമ്പോൾ ദേഹത്തിന് സംഭവിക്കണതെല്ലാം, ദേഹം എൻ്റെന്ന് കരുതുന്നതെല്ലാം, അതിന് വരുന്ന സുഖദുഃഖങ്ങളും ഈവൻ ദേഹത്തിനുള്ള ജനന മരണം കൂടി നമുക്ക് ഞാൻ മരിക്കണു ഞാൻ ജനിക്കണു എന്നാണ് തോന്നണത്. ഓഫ്കോഴ്സ് ഞാൻ ജനിക്കണു നമുക്കറിയില്ല, ഞാൻ മരിക്കണു തന്നെയാണ് തോന്നണതല്ലേ. അത് ഈ ദേഹാഭിമാനം ഉണ്ടാവുകൊണ്ടാണ്. പക്ഷെ ആത്മസാക്ഷാത്കാരം കിട്ടിയാൽ ഈ ജനന മരണങ്ങളും നമ്മൾ ബന്ധുക്കളെയോ ഭാര്യയോ കുട്ടികളെയോ എന്തിനെപ്പറ്റി അനുഭവിക്കുന്ന സുഖദുഃഖങ്ങളൊക്കെ നമ്മൾ സ്വപ്നത്തിൽ കാണുന്ന പോലെ അയഥാർത്ഥമാണെന്ന് ബോധ്യവും ആർക്ക്? ജ്ഞാനിക്ക്. അപ്പോൾ അങ്ങനെയുള്ള, അതായത് ആ ബ്രഹ്മം തന്നെയാണ് സത്യമായിട്ടുള്ളൂ, അത് നമ്മൾ അതിനാൽ ഈ കാണുന്നതൊക്കെ നശ്വരമാണെന്നും എൻ്റെ ശരീരമടക്കം ജഡമാണ്, ബ്രഹ്മം മാത്രമേ സത്യമായിട്ടുള്ളൂ എന്നും ആ ബ്രഹ്മം തന്നെയാണ് ഞാനെന്നും അനുഭവമുണ്ടാകാൻ ഭഗവാനെ അനുഗ്രഹിക്കണേ, ഹരിനാരായണ നമഃ. അപ്പോൾ അഹം ബ്രഹ്മാസ്മി എന്ന അനുഭവം ഉണ്ടാകുന്നത് തന്നെയാണ് ശരിക്ക് ആത്മസാക്ഷാത്കാരം, അല്ലെങ്കിൽ പരമജ്ഞാന ലാഭം എന്നതിന് തന്നെയാണ് പറയുക. ഏതിന്? അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മം തന്നെയാണെന്ന് അനുഭവമാവണതാണ് പരമജ്ഞാനം. അതോടെ എന്താ, ഈ ദേഹാഭിമാനം മുഴുവൻ വിട്ടുമാറും. ഞാൻ ആത്മാവാണെന്ന് അനുഭവമായാൽ മാത്രമല്ല, ദേഹമായിട്ട് ബന്ധമുള്ള അഥവാ എൻ്റേന്ന് നമ്മൾ പറയണതെല്ലാം, കുടുംബവും ബന്ധുക്കളും സമ്പത്തും ഒക്കെ അനിത്യമാണ് നമുക്ക് ബോധ്യവും. പക്ഷേ അഹം ബ്രഹ്മാസ്മി ഒരു അനുഭവം ഉണ്ടായാൽ, പക്ഷേ ആ ബ്രഹ്മാനുഭവം ഉണ്ടാകുന്നത് വരെ നമുക്ക് ദേഹാഭിമാനം വിട്ടുമാറണില്ല. അതുകൊണ്ട് ഈ ദൃശ്യപ്രപഞ്ചത്തെ എല്ലാം തന്നെ യഥാർത്ഥമാണെന്നും വിചാരിക്കും. ഈ ദേഹം അനുഭവിക്കുന്ന എല്ലാ സുഖദുഃഖങ്ങളും ജനന മരണ അടക്കം താൻ അനുഭവിക്കുന്നതായിട്ട് തോന്നുകയും ചെയ്യും. പക്ഷേ ആത്മസാക്ഷാത്കാരം ലഭിച്ചാൽ പിന്നെ സ്വപ്നത്തിൽ നിന്നുണർന്നവന് സ്വപ്നത്തിലെ അനുഭവങ്ങൾ എങ്ങനെ അയഥാർത്ഥാണെന്ന് ബോധ്യം വരുന്നോ, അതുപോലെ ദേഹാഭിമാനിയായിരുന്നപ്പോഴത്തെ എൻ്റെ അനുഭവങ്ങൾ വെറും സ്വപ്നം പോലെയാണ് എന്ന് ബോധ്യവും. എഴുത്തച്ഛൻ തന്നെ രാമായണത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ, സ്വപ്ന സമാനം കളത്ര സുഖം നൃണാം അല്പമായുസ്സും നിരൂപിക്ക ലക്ഷ്മണ, രോഗാതിസങ്കുലമായുള്ള സംസാരം ആകെ നിരൂപിക്ക സ്വപ്നതുല്യം സഖേ, ഓർക്ക ഗന്ധർവ നഗര സമാമതിൽ മൂർഖന്മാർ നിത്യം അനുവർത്തിച്ചിടുന്നു. മൂർഖന്മാരെ, അജ്ഞാനികളെ അത് ശരിയെന്ന് വിചാരിക്കുള്ളൂ എന്ന് എഴുത്തച്ഛൻ രാമായണത്തിൽ ലക്ഷ്മണോപദേശത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എഴുത്തച്ഛൻ്റെ പ്രാർത്ഥന എന്താ? അല്ലെങ്കിൽ നമ്മളെയും പ്രാർത്ഥന അല്ലേ, ഈ അറിവ് എനിക്കും ഈശ്വര നൽകിയിട്ട് അനുഗ്രഹിക്കണേ എന്നാണ്. അപ്പം നമ്മളിതിന് മുമ്പ് പറഞ്ഞല്ലോ ഒരിക്കൽ, അതായത് മായയ്ക്ക് രണ്ട് ഇതുണ്ട്. ഒന്ന് വിദ്യാസ്വരൂപിണിയായിട്ടുള്ള മായ, ഒന്ന് അവിദ്യാസ്വരൂപിണിയായിട്ടുള്ള മായ. അപ്പോൾ ഈ അവിദ്യാസ്വരൂപിണിയായിട്ടുള്ള മായയിലെ പ്രതിബിംബമാണ് ജീവാത്മാവ്. അതുകൊണ്ടാണ് ജീവാത്മാവിന് അവിദ്യ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആത്മാവാന്ന് അറിവ് വരാത്തത്. പക്ഷേ ഇപ്പം ഈശ്വരൻ നമ്മൾ പറയുമല്ലോ, ബ്രഹ്മല്ല ഈശ്വരൻ നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ, ഈശ്വരൻ ഇപ്പോൾ അവതരിച്ച് സത്വഗുണമെടുത്ത് അവതരിച്ച് ഇറങ്ങി വന്നാലും ഈശ്വരന് ഞാൻ ബ്രഹ്മം തന്നെയാണെന്ന് പൂർണ്ണ അറിവോടുകൂടിയാണ് ഇവിടെ വർത്തിക്കണത്. എല്ലാ ലീലകളാടുന്നതും ഞാൻ ബ്രഹ്മം തന്നെയാണ്, എനിക്കിതിനോടൊന്നും ഒട്ടലില്ല എന്ന് അറിഞ്ഞിട്ടാണ്. അതാണ് വ്യത്യാസം. അതായത് ഈശ്വരൻ വിദ്യ, പക്ഷെ മായയിലേക്ക് ഇറങ്ങി വരാതെ
പിന്നെ ഒരു ശരീരം സ്വീകരിക്കാൻ സാധിക്കില്ല. അപ്പോൾ മായയിൽ നമ്മളെപ്പോലെ ഈശ്വരൻ ഉണ്ടെങ്കിൽ പോലും ഈശ്വരന് നല്ലോണം അറിയാം ഞാൻ ബ്രഹ്മാണെന്ന്. വിദ്യ, അതായത് അജ്ഞാനമില്ല. അപ്പോൾ ഈശ്വരനും ജീവാത്മാവും തമ്മിലുള്ള വ്യത്യാസം തന്നെ അതാണ് കേട്ടോ. എന്താ അറിയോ, അവിദ്യാസ്വരൂപിണിയായിട്ടുള്ള മായയിലത്തെ പ്രതിബിംബമാണ് ആര്? ജീവാത്മാവ്. ഈശ്വരന് നമ്മൾ സങ്കല്പിക്കുന്നത് വിദ്യാസ്വരൂപിണിയായിട്ടുള്ള മായയിലത്തെ പ്രതിബിംബമാണ്. അപ്പോൾ ഈശ്വരൻ ഇങ്ങനെ ഒരു മനുഷ്യരൂപെടുത്തണമെന്ന് മാത്രമേ ഉള്ളൂ, ബ്രഹ്മം തന്നെയാണെന്ന് പൂർണ്ണബോധ്യമാണ് എപ്പോഴും. പക്ഷേ ജീവാത്മാവിനതില്ല. അപ്പം നമ്മളത് പറഞ്ഞല്ലോ, ഈ അവിദ്യ കാരണമാണ് ഞാൻ ആത്മാവാണെന്ന് മറന്നിട്ട് ഞാൻ ഈ ദേഹമാണെന്ന് അഭിമാനിച്ചിട്ട് ഈ ദേഹസംബന്ധമായിട്ടുള്ള എല്ലാ സുഖദുഃഖങ്ങളും അനുഭവിക്കുന്നത് ജീവാത്മാവേ. മായയിൽ ഭ്രമിച്ച് സത്യം അറിയാൻ കഴിയാത്ത അവസ്ഥയിൽ നമ്മളൊക്കെ അനിത്യമായതിനെ അറിയാമെച്ചാലും നിത്യമായിട്ട് തന്നെ കാണുന്നത്. അനിത്യമായതിനൊക്കെ നമ്മൾ ഈ മായാഭ്രമം കൊണ്ട് നിത്യമായിട്ട് കാണുകയാണ്. അപ്പോൾ പിന്നെ ഈ മഹാവാക്യങ്ങൾ ഒക്കെ ഒന്ന് തന്നെ പറയണം. 4 മഹാവാക്യമാണല്ലോ നമ്മൾ ഫേമസ് ആയിട്ട്. ഋഗ്വേദത്തിലത്തെ പ്രജ്ഞാനം ബ്രഹ്മ എന്ന് വെച്ചാൽ വ്യക്തിബോധവും, അതായത് നമ്മുടെ ബോധവും പിന്നെ സമഷ്ടിബോധവും, അതായത് അഖണ്ഡബോധ സ്വരൂപം ഒന്ന് തന്നെയാണെന്ന്. അതായത് ഈ വ്യക്തി ചൈതന്യവും പരമാത്മ ചൈതന്യവും ഒന്നാണ്. അതാണ് പ്രജ്ഞാനം ബ്രഹ്മ ഋഗ്വേദത്തിലത്തെ. പിന്നെ യജുർവേദത്തിലെ അഹം ബ്രഹ്മാസ്മി നമ്മൾ പറഞ്ഞല്ലോ, ഞാൻ ബ്രഹ്മം തന്നെയാണ് എന്നുള്ള ഇത്. പിന്നെ 3-മത്തെ വളരെ ഫേമസ് തന്നെ നമുക്കൊക്കെ കേട്ടതാണ് തത്വമസി. അത് സാമവേദത്തിലത്തെയാണ്. അതായത് തത്ത് പറഞ്ഞാൽ ബ്രഹ്മം, ത്വം ചാൽ നീയ്, അസി പറഞ്ഞാൽ ആണ്. അപ്പോൾ ബ്രഹ്മം നീ തന്നെ, അതാണ് തത്വമസി. ഒക്കെ ഒരേ അർത്ഥം തന്നെയാണ് അല്ലേ. അയം ആത്മാ ബ്രഹ്മ, എന്താ ഈ ആത്മാവ് ബ്രഹ്മം തന്നെ, അത് അഥർവവേദത്തിലത്തെ. അപ്പോൾ ഈ 4 നമ്മൾ മഹാവാക്യങ്ങളെ പറയും. ഈ 4 മഹാവാക്യങ്ങൾ നമ്മൾ ഉപയോഗിച്ച് നമ്മൾ തത്വവിചാരം ചെയ്താൽ നമുക്ക് ആത്മജ്ഞാനം ഉണ്ടാവുന്നതാണ് വലിയ അറിവുള്ളവരും ആത്മജ്ഞാനികളും ഒക്കെ പറയണത്. ഈ 4 വാക്യം മാത്രം എടുത്തിട്ട് നമ്മളതിനെ തത്വവിചാരം ചെയ്യുക. അതായത് അതിനെപ്പറ്റി ആലോചിച്ച് നിധിധ്യാസനം ചെയ്ത് നമ്മളതിൻ്റെ ഉദാഹരണങ്ങൾ മനസ്സിലാക്കി, അങ്ങനെ അതുമാത്രം മതി എന്നാണ് ജ്ഞാനികൾ പലരും പറയണത്. അതുകൊണ്ടാണ് ഈ 4 മഹാവാക്യങ്ങളെ അത്ര പ്രധാനമായിട്ട് പറയണം. നമുക്ക് ഒരേ അർത്ഥമാണ്. ഈ പ്രജ്ഞാനം ബ്രഹ്മ, അഹം ബ്രഹ്മാസ്മി, തത്വമസി, അയമാത്മാ ബ്രഹ്മ. അതായത് എന്താ, വ്യക്തി ചൈതന്യവും പരമാത്മ ചൈതന്യവും ഒന്ന്. പിന്നെയോ ഞാൻ ബ്രഹ്മം തന്നെയാണ്, ബ്രഹ്മം നീ തന്നെയാണ്, ഈ ആത്മാവ് ബ്രഹ്മം തന്നെ, ഒക്കെ ഒന്ന് തന്നെയല്ലേ പറയണം. 4 വാക്യങ്ങൾ നമ്മളെ ആത്മസാക്ഷാത്കാരത്തിന് സഹായിക്കുന്നതാണെന്ന്. അതായത് ഈ ബ്രഹ്മം മാത്രമേ സത്യമുള്ളൂ എന്ന പരമാത്മ സത്യം തന്നെയാണ് ഈ 4 വാക്യങ്ങളും ആവർത്തിച്ച് പറയണത്. ഇനി വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇപ്പം പ്രപഞ്ചം എന്താ നമ്മൾ പറഞ്ഞല്ലോ, ജഡമാണ് എന്ന് പറഞ്ഞു, എല്ലാം പരമാത്മാവ് ഒഴിച്ച്. എന്താ ജഡത്തിൻ്റെ ലക്ഷണങ്ങൾ പറയേ? എന്താ അറിയോ, മുമ്പില്ലാത്തതാണ്, ഉണ്ടാവും. ബ്രഹ്മാണെങ്കിൽ ആദ്യ മധ്യാന്തമില്ല എന്നുള്ളതാണ്. പക്ഷെ ജഡമായിട്ടുള്ളതൊക്കെ ബാക്കിയൊക്കെ എന്താ വെച്ചാൽ എപ്പോഴെങ്കിലും അത് സൃഷ്ടിക്കപ്പെടും, അല്ലെങ്കിൽ സൃഷ്ടി ഉണ്ടാവും. എന്നിട്ട് കുറച്ച് കാലം നിലനിൽക്കും, അതിൻ്റെ ഇടയിൽ വർദ്ധിക്കും, വലുതാവും, പിന്നെ പരിണാമങ്ങളും ഉണ്ടാവും. ഇപ്പം നമ്മൾ തന്നെ എടുത്തു നോക്കൂ. നമ്മൾ ജനിച്ചു, എന്നിട്ട് നമ്മൾ ജീവിക്കണു, ആ നിലനിൽപ്പ്. പിന്നെയോ നമ്മൾ കുറേശ്ശെ വലുതാവണു, വർദ്ധിക്കുന്നുണ്ട്. പിന്നെയോ വർദ്ധിക്കുമ്പോൾ ഒരു കാര്യം കൂടി ഉണ്ട്, വർദ്ധിക്കുക മാത്രമല്ല, നമുക്ക് പരിണാമമുണ്ട്. കുട്ടി ടീനേജറായി, യുവാവായി, മധ്യവയസ്കനായി, പിന്നെയോ വൃദ്ധനായി, ക്ഷീണിതനായി, മരണമായി, നശിക്കുക ഈ ദേഹം അല്ലേ. അപ്പം അങ്ങനെ ഉണ്ടാവുക, അല്ലെങ്കിൽ ജനനം, നിലനിൽപ്പ്, വർധന, പരിണാമം, ക്ഷീണിക്കുക, വയ്യാതെയാവുക, പിന്നെ ഇല്ലാണ്ടാവുക, അങ്ങനെ 6 സ്റ്റേജസ് എല്ലാ ജഡമായിട്ടുള്ളതിനുണ്ട്, എല്ലാറ്റിനും ഉണ്ട്. പക്ഷെ ചിലതൊക്കെ നമ്മൾ കാണില്ല, നമ്മളൊരായസിൽ നശിക്കണത്.
ഇപ്പോൾ ഒരു ബിൽഡിങ് ഉണ്ടായി അവിടെ നിലനിൽക്കുന്നുണ്ട്, അത് വലുതാവില്ല കേട്ടോ, നമ്മളുണ്ടാക്കണത് അതുകൊണ്ട് വലുതാവില്ല. ഇപ്പോൾ വൃക്ഷമൊക്കെ അങ്ങനെയല്ലേ, ചില വൃക്ഷങ്ങളൊന്നും നശിക്കണം നമ്മൾ കാണില്ല, പക്ഷെ ചെറിയ ചെറിയ ചെടിയൊക്കെ ഇപ്പോൾ നോക്കൂ, നെല്ല് നമ്മൾ വലുതായി നശിക്കണം നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ കാണാത്തുണ്ടാവും അധികം കാലം ജീവിക്കണത്, പക്ഷേ അധികം കാലം നിലനിൽക്കണത്. പക്ഷേ നമ്മൾ അനവധി ഉദാഹരണമുണ്ട്. എന്താ, ഈ 6 കാര്യങ്ങളുള്ളതാണ് ജഡം, ഈ പ്രപഞ്ചവും ജഡമാണ്. അപ്പോൾ ഇതെല്ലാം പരബ്രഹ്മം ഒഴിച്ചൊക്കെ ജഡാണേ. അതല്ലാതെ ഒരേ ഒരു വസ്തു ബ്രഹ്മം അഥവാ അഖണ്ഡബോധസ്വരൂപം മാത്രമേ ഉള്ളൂ. ഞാനെന്ന് അഭിമാനിക്കുന്ന ദേഹവും കുടുംബവും ധനവും എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ ജഡമാണ്. മീൻസ് ഈ 6 അവസ്ഥകളുള്ളതാണ്. അതൊന്നും ഇല്ലാതെ ഒരേ ഒരു കാര്യമുള്ളൂ, നിത്യസത്യം. അതായത് ഭൂതത്തിലും വർത്തമാനത്തിലും ഭാവിയിലും ഒരേപോലെ നിൽക്കുന്ന ഒരേ ഒരു സത്യമുള്ളൂ, എന്താ, ബ്രഹ്മം. അപ്പം അതുകൊണ്ടാണ് എന്താ പറയണ വെച്ചാൽ ഈ ഉറക്കത്തിലത്തെ പോലെയാണ് ശരിക്കും തോന്നുന്നത് ജ്ഞാനിക്കുന്നത്. അതായത് നിദ്രാശക്തി നമുക്ക് പല അനുഭവങ്ങളും ഉണ്ടാക്കും ഇല്ലേ. എന്നിട്ടോ അതിൽ നമ്മൾക്ക് സൃഷ്ടിസ്ഥിതി പ്രളയം അതേപോലെ തന്നെയാണ് നമ്മളെ നിദ്രാശക്തി. നമ്മൾ രാത്രി ഉറങ്ങുമ്പോഴത്തെ ആ നിദ്രാശക്തി നമ്മളിലൊക്കെ എന്തെല്ലാം സ്വപ്നങ്ങൾ നമ്മളെ അനുഭവിക്കാൻ തോന്നുമല്ലോ. നമ്മളെ നമ്മുടെ കുഞ്ഞ്, അതായത് വെഷ്ടി, ഓരോ മനുഷ്യൻ്റെയും നിദ്രാശക്തി നമ്മളിൽ മനസ്സ് സൃഷ്ടിക്കുന്ന രാത്രി ശരിയല്ലാത്ത മനസ്സ് സൃഷ്ടിക്കുന്ന ശരിയാണെന്ന് തോന്നുന്ന എത്ര അനുഭവങ്ങൾ ഉണ്ടാക്കണു. അതേപോലെയാണ് ഏത് മായ പ്രപഞ്ചത്തിൽ തന്നെ സൃഷ്ടി സ്ഥിതി പ്രളയങ്ങൾ ഉണ്ടാക്കി കാണിക്കുകയാണെന്നാണ് പറയുന്നത്. നമ്മുടെ നിദ്രാശക്തി സ്വപ്നത്തിൽ നമുക്ക് ഉണ്ടാക്കി കാണിക്കുന്ന യഥാർത്ഥമല്ലാത്ത ദൃശ്യങ്ങൾ എങ്ങനെയോ അതുപോലെ തന്നെയാണ് മായാശക്തി ഈ സൃഷ്ടിസ്ഥിതി പ്രളയങ്ങളൊക്കെ ഉണ്ടാക്കി കാണിക്കണതാണ്. അതിൻ്റെ അർത്ഥം എന്താ, സ്വപ്നം പോലെ അയഥാർത്ഥമാണ് ഈ ദൃശ്യപ്രപഞ്ചം. അതിൻ്റെ നമ്മൾ ജനിക്കണമില്ല, മരിക്കണമില്ല, സ്ഥിതി ചെയ്യണമില്ല എന്ന് വരുമല്ലോ. അപ്പോൾ വളരെ വിഷമാണ് നമുക്കത് മനസ്സിലാക്കാൻ, നമുക്ക് ജ്ഞാനം ഉദിക്കണ വരെ. അപ്പോൾ എഴുത്തച്ഛൻ പറഞ്ഞത് എന്താ വെച്ചാൽ, അത് ബോധ്യമാവണമെങ്കിൽ ഇത് വെറും അയഥാർത്ഥമാണ്, സ്വപ്നം പോലെ ഈ ലോകം എന്ന് നമുക്ക് ബോധ്യമാവണമെങ്കിൽ ഒരേ ഒരു വഴിയുള്ളൂ. എന്താ, എനിക്ക് ആത്മജ്ഞാനം, ഞാൻ ബ്രഹ്മാണ് എന്നുള്ള ബോധം എനിക്ക് ഉണ്ടാക്കി തരണേ. അതായത് എൻ്റെ പ്രാണനും പരമാത്മാവും ഒന്നാണെന്ന ഉറപ്പ് എൻ്റെ ഉള്ളിലുണ്ടാക്കി തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഹരിനാരായണ നമ എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഈ ശ്ലോകം ഒന്നും കൂടി വായിച്ച് ഈ സെഷൻ നിർത്താം. മത്പ്രാണനും പരനും ഒന്നെന്നുറപ്പവനു തത്പ്രാണദേഹവും അനിത്യം കളത്രധനം സ്വപ്നാദിയിൽ പലവു കണ്ടാൽ ഉണർന്നവനോടൊപ്പം ഗ്രഹിക്ക ഹരിനാരായണായ നമ. അപ്പോൾ ഇതിലിപ്പോൾ നായി ഹരിശ്രീ ഗണപതയെ മ എന്ന് നമ്മളെ കഴിഞ്ഞു. ഇനി നമ്മൾ അക്ഷരങ്ങൾ തുടങ്ങും കേട്ടോ. അപ്പോൾ ഇവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം.